ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നീലവെളിച്ചം എന്ന ഈ റീസെൻ്റായി റിലീസായ മൂവിയുടെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയുള്ള ഈ മൂവിയുടെ കഥ നമുക്ക് കാണാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ അനാഥമായി കിടക്കുന്ന ഒരു വലിയ വീട് കാണിക്കും. ഒരു കറുത്ത പുതപ്പ് പൊതിച്ച ഒരാൾ രാത്രിയിൽ ആ വീടിന് പരിസരത്തെത്തും. അയാൾ എന്തോ തിരയുന്നതിനിടയിൽ പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങും. അതുകൂടാതെ വലിയൊരു മിന്നൽ വരികയും ആ മിന്നൽ വെളിച്ചത്തിൽ വെള്ള സാരി ഉടുത്ത് ഒരു പ്രേതത്തെയും അവിടെ കാണും. ഉടനെ തന്നെ അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. അവിടെ സീൻ കട്ട് ചെയ്ത് കഥയും ലേഖനങ്ങളുമൊക്കെ എഴുതുന്ന ബഷീർ എന്ന നമ്മുടെ ഹീറോയെ കാണിക്കും. ഹീറോ തൻ്റെ പുതിയ കഥയുടെ സൃഷ്ടിക്കായി പുതിയൊരു നാട്ടിലെത്തും. അയാൾ ആ നാട്ടിൽ ഒരു വീട് വാടകയ്ക്കെടുക്കുകയും ചെയ്യും. അത് മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിച്ച വീട് തന്നെയാണ്. ബഷീറിനെ അവിടെ ഇറക്കി കൂടെ വന്നവരൊക്കെ ജീവനും കൊണ്ട് തിരിച്ചു പോകും. അവിടെ മുറ്റത്ത് കാണുന്ന ഒരു വലിയ കിണറിനടുത്ത് ചെന്ന് ബഷീർ താഴേക്ക് നോക്കും. അതിനുശേഷം ആ വീട് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. തൊട്ടടുത്തുള്ള ചായക്കടയിലെത്തി തനിക്ക് എല്ലാ ദിവസവും ഫുഡ് എത്തിക്കാമോ എന്ന് ചോദിച്ച് അതിനുള്ള അഡ്വാൻസ് ക്യാഷും ബഷീർ കടയോണർക്ക് നൽകും. അതിനുശേഷമാണ് താൻ താമസിക്കാനെത്തിയത് ഭാർഗവി നിലയം എന്ന ആ വീട്ടിലാണെന്ന് ബഷീർ പറയുന്നത്. ഭാർഗവി നിലയമെന്ന് കേൾക്കുമ്പോൾ തന്നെ കടയോണർ ഫുഡ് എത്തിച്ചു തരാൻ പറ്റില്ലെന്ന് തന്നെ പറയും. എന്താണ് കാര്യമെന്ന് ബഷീറിന് മനസ്സിലായില്ലെങ്കിലും ശരിയെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ബഷീർ അവിടെ നിന്നും പോകും. അവിടെ നിന്നും ബഷീർ ആ നാട്ടിലുള്ള തൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ എത്തും. നിങ്ങളോടൊരു വീട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിക്കാത്തതിനാൽ ഞാൻ തന്നെ ഒരു വീട് കണ്ടെത്തിയെന്നും ബഷീർ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ, ഞങ്ങൾക്കറിയാത്തൊരു റെൻ്റ് ഹൗസ് ഈ നാട്ടിലോ, അത് ഏതാണെന്ന് ആകാംക്ഷയോടെ അവർ ബഷീറിനോട് ചോദിക്കും. ഭാർഗവി നിലയത്തിലാണ് താൻ താമസിക്കുന്നതെന്ന് ബഷീർ പറയുമ്പോൾ അവർ ടോട്ടലി ഷോക്ക്ഡ് ആകും. അവിടെ ഭാർഗവി എന്നൊരു പെണ്ണിന് ദുർമരണം നടന്നിടമാണ്. അവിടെ അവളുടെ ആത്മാവ് വിഹരിക്കുന്ന ഇടമാണ്. നിങ്ങൾ അവിടെ താമസിച്ചാൽ നിങ്ങൾക്കും എന്തെങ്കിലും സംഭവിക്കുമെന്നും അവർ ഹീറോയോട് പറയും. അവിടെ എന്താണ് നടന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നതെന്നും ഹീറോ അവരോട് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ അവർ പറയാൻ തുടങ്ങും. ഭാർഗവി നിലയം എന്ന ആ വീട്ടിൽ അതിസുന്ദരിയായ ഭാർഗവി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ശശികുമാരൻ എന്നൊരാളുമായി പ്രണയത്തിലായിരുന്നു. ഒരു നാൾ ശശികുമാർ അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു. അത് തന്നെയല്ല, കുറെ നാളുകൾക്ക് ശേഷം താൻ വേറെ വിവാഹം കഴിച്ചെന്ന ഒരു ലെറ്ററും ശശികുമാർ ഭാർഗവിക്ക് അയക്കും. ആ ലെറ്റർ കണ്ട ഉടനെ വളരെ ഫീൽ ചെയ്യുന്ന ഭാർഗവി അവിടുത്തെ മുറ്റത്തെ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യും. ഈ കഥയൊന്നും അത്ര കാര്യമായി എടുക്കാതെ ഈ ലോകത്ത് ഇതുപോലെ പലരും മരിച്ചിട്ടുണ്ടാകും, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ട് ബഷീർ ഭാർഗവി നിലയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങും. പക്ഷേ ബഷീറിനെ അങ്ങോട്ട് അയക്കാൻ ഫ്രണ്ട്സ് സമ്മതിക്കില്ലെങ്കിലും ബഷീർ സ്വന്തം വാശിയിൽ രാത്രിയിൽ തന്നെ ഭാർഗവി നിലയത്തിൽ തിരിച്ചെത്തും. രാത്രി വീടിനുള്ളിൽ നിന്നും വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നതിനാൽ ഹീറോ അവൾ ചാടി മരിച്ച കിണറിനടുത്തെത്തി ഭാർഗവിയുടെ പേര് വിളിച്ച് അവളോട് സംസാരിക്കാൻ തുടങ്ങും. ഭാർഗവിക്കുട്ടി, നീ ഈ വീടിനുള്ളിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പുറത്തുള്ള ആളുകൾ പറയുന്നത്. എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന മുഴുവൻ പണവും അഡ്വാൻസായി നൽകിയാണ് ഞാൻ ഈ വീട് വാടകയ്ക്ക് എടുത്തത്. അതുകൊണ്ട് എനിക്ക് പോകാൻ വേറെ ഇടവുമില്ല, കയ്യിൽ പണവുമില്ല. ദയവുണ്ടായി കുറച്ചുനാൾ എനിക്കിവിടെ താമസിക്കാനുള്ള അനുമതി നീ തരണമെന്ന് പറഞ്ഞ് ഹീറോ ഭാർഗവി നിലയമെന്ന ആ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കും. അതിനുശേഷം രാത്രിയിൽ കുളിക്കാനായി അവൻ കിണറ്റിൽ നിന്നും വെള്ളം കോരും. ഈ സമയങ്ങളിലൊക്കെ ആരും സംസാരിക്കാനില്ലാത്ത ഹീറോ ഭാർഗവിയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇതൊക്കെ കേട്ടുകൊണ്ട് ഭാർഗവി എന്ന ആ പ്രേതം കിണറിന് പുറകിലായി ഇരിക്കുന്നത് കാണിക്കുന്നുമുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോ തൻ്റെ പുതിയ നോവൽ എഴുതാനായി തയ്യാറെടുക്കും. പക്ഷെ എഴുതാനുള്ളൊരു മൂഡില്ലാതെ ഹീറോ ഉറങ്ങാനായി കിടക്കുന്നു. ഹീറോ ഉറങ്ങിയതിനു ശേഷം ഹീറോ എഴുതിയതൊക്കെ ഭാർഗവി വായിക്കുന്നതായി കാണിക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എഴുന്നേറ്റ ഉടനെ ഹീറോ ഫ്രഷായി ഫുഡ് കഴിക്കാനായി ആ ചായക്കടയിലെത്തും. ഹീറോ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ എന്നോർത്ത് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കും. ഹീറോയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട കടയോണർ എൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഹീറോയോട് പറയും. ഈ ഭാർഗവിയുടെ ഒരു റിലേറ്റീവായ എൻ ഒരു ഫാമിലിക്ക് ആ വീട് വർഷങ്ങൾക്ക് മുമ്പ് റെന്റിന് നൽകിയിരുന്നു. പക്ഷെ ആ ഫാമിലിയെ ഒരു രാത്രി പോലും അവിടെ കഴിയാൻ ഭാർഗവി അനുവദിച്ചില്ല. പേടിച്ച് ഭ്രാന്ത് പോലെയാകുന്ന ആ ഫാമിലി ആ വീട്ടിൽ നിന്നും ആ രാത്രി തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നും അയാൾ പറയും. ഹീറോ ജീവനോടെ തന്നെ ഉണ്ടോ എന്നറിയാൻ ബഷീറിന്റെ അടുത്തെത്തും. ഹീറോ അവരെയും തനിക്കൊരു കൂട്ടിനായി ഭാർഗവി നിലയത്തിലേക്ക് വിളിക്കുമെങ്കിലും ജീവനിൽ ഭയമുള്ള അവർ ഓടി രക്ഷപ്പെടും. വീട്ടിലെത്തിയ ഹീറോ വീണ്ടും ഓരോ കാര്യങ്ങൾ ഭാർഗവിയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവളെക്കുറിച്ച് ആളുകൾ പറയുന്നതൊക്കെ ഹീറോ അവളുമായി ഷെയർ ചെയ്യും. ഈ സമയം ആ വീടിന് പുറകിലായുള്ള ഒരു ചെറിയ വീട്ടിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഹീറോ കേൾക്കും. അവിടെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി ഹീറോ അവിടെ എത്തുമ്പോൾ അവിടെ ആരെയും കാണാൻ കഴിയില്ലെങ്കിലും
ഒരു ജനലിനുള്ളിലൂടെ ആരോ ഒരു കമ്പിട്ട് എന്തോ എടുക്കാൻ ശ്രമിച്ചതുപോലെ ഹീറോയ്ക്ക് മനസ്സിലാകും. ആ വീടിനുള്ളിൽ കയറി ഹീറോ അവിടെ എന്താണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ പെട്ടി കാണാനിടയാകും. ആ പെട്ടിയുടെ താഴെ തകർത്ത് ഹീറോ ചെക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്നും ഭാർഗവിയുടെ ഒരു ഫോട്ടോയും അവൾക്ക് ശശികുമാർ എഴുതിയ കുറെ ലെറ്റേഴ്സും കിട്ടാനിടയാകും. അതൊക്കെ ഭാർഗവിയുടെ തിങ്സ് ആണെന്ന് ഹീറോയ്ക്ക് കൺഫേം ആകും. ആ മുറിയിലുണ്ടായിരുന്ന ഒരു വീണ ക്ലീൻ ചെയ്ത് അതും ഭാർഗവിയുടെ ഫോട്ടോയുമായി ഹീറോ തിരിച്ചു പോകും. ആ പെട്ടിയിൽ നിന്നും ഹീറോയ്ക്ക് ഒരു പത്രക്കടലാസിന്റെ കട്ടിങ്സും കിട്ടിയിരുന്നു. ഒരു അജ്ഞാത ശവശരീരം ട്രെയിനിൽ നിന്നും കിട്ടിയിരുന്നെന്നും ആ ഡെഡ് ബോഡിയുടെ ബാഗിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ചുരുണ്ട തലമുടി കിട്ടിയെന്നും പ്രേമനൈരാശ്യം മൂലമുള്ള ആത്മഹത്യ എന്ന പേരിൽ പോലീസ് കേസ് ക്ലോസ് ചെയ്തെന്നുമായിരുന്നു ആ പത്രക്കടലാസിലെ ന്യൂസ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകും. ഹീറോയ്ക്ക് ഭാർഗവിയുടെ ചൊല്ലഴിഞ്ഞ ജീവിതം തന്നെ കഥയാക്കണമെന്ന് തോന്നും. ഭാർഗവിയെക്കുറിച്ച് എഴുതാനായി ഓരോ ലിങ്കും ഹീറോ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം രാത്രി പുറത്ത് ആരുടെ നിലവിളി കേട്ട് ഹീറോ പുറത്തിറങ്ങി വരുമ്പോൾ പരിക്കണ്ണി എന്ന പേരുള്ള ഒരാൾ നിലത്ത് കിടന്ന് പിടയുന്നതാണ് കാണുക. വഴിപോക്കനായ അയാൾ ജോലി അന്വേഷിച്ചാണ് ആ വീട്ടിലേക്ക് വന്നതെന്നും പരിക്കണ്ണി പറയും. അനുവാദമില്ലാതെ ഒരാൾ അകത്ത് കടന്നത് ഇഷ്ടപ്പെടാത്തതിനാൽ ഭാർഗവിയുടെ ആത്മാവാണ് അയാളെ പേടിപ്പിക്കുന്നതും. ഇതൊക്കെ മനസ്സിലാക്കി ഇയാൾക്കും കൂടി ഇവിടെ താമസിക്കാനുള്ള അനുവാദം നൽകണമെന്ന് ബഷീർ ഭാർഗവിയോട് പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പരിക്കണ്ണിയും ബഷീറും കൂടി ആ വീട് മുഴുവനായി വൃത്തിയാക്കും. ബഷീറിന് കൂട്ടായി കൂടെ നിൽക്കാൻ പരിക്കണ്ണി സമ്മതിക്കും. ഭാർഗവി പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതുമായ ശബ്ദങ്ങൾ ഇടയ്ക്കിടെ ആ വീട്ടിൽ നിന്ന് കേട്ടുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ചെയ്യുന്നത് ബഷീറിന്റെ ഭാര്യയാണെന്ന് പരിക്കണ്ണിയും വിശ്വസിക്കും. നെക്സ്റ്റ് ഡേ ആ കിണർ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് ബഷീർ പറയുമ്പോൾ പരിക്കണ്ണിയും കിണർ വൃത്തിയാക്കാനായി തയ്യാറെടുക്കും. ഒരു കയറിന്റെ ഒരു വശം പരിക്കണ്ണിയുടെ കയ്യിൽ കൊടുത്ത് മറുവശം കിണറ്റിലേക്കിട്ട് ബഷീർ കയറിലൂടെ പിടിച്ച് കിണറിനുള്ളിലേക്ക് ഇറങ്ങും. പക്ഷെ പെട്ടെന്ന് തുമ്മുന്ന പരിക്കണ്ണിയുടെ കയ്യിൽ നിന്നും കയർ വിട്ടുപോകുകയും ബഷീർ കിണറിനുള്ളിലേക്ക് വീഴുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്നറിയാതെ പരിക്കണ്ണി ബഷീറിന്റെ ഫ്രണ്ട്സിനടുത്തെത്തി ബഷീർ കിണറ്റിൽ വീണെന്ന് പറയും. ആ വീട്ടിൽ താമസിക്കരുതെന്ന് ഞങ്ങൾ പലതവണ ബഷീറിനോട് പറഞ്ഞതാണ്, പക്ഷെ അവനത് അനുസരിച്ചില്ലെന്നും ഫ്രണ്ട്സ് പറയുമ്പോൾ ബഷീർ കിണറ്റിൽ വീണപ്പോൾ താൻ അദ്ദേഹത്തിന്റെ വൈഫായ ഭാർഗവിയെ പലതവണ വിളിച്ചു നോക്കിയെന്നും അവരെ അവിടെ കാണാനില്ലെന്നും പരിക്കണ്ണി പറയുമ്പോൾ ഫ്രണ്ട്സ് ഷോക്ക്ഡ് ആകും. നീ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഭാർഗവിയോ? നീ അവളെ അവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ഫ്രണ്ട്സ് ചോദിക്കും. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പരിക്കണ്ണി പറയുമ്പോൾ ഭാർഗവി ഒരാത്മാവാണെന്നും അവൾ ബഷീറിന്റെ വൈഫല്ലെന്നും ഫ്രണ്ട്സ് പരിക്കണ്ണിയോട് പറയും. ഇത് കേട്ട ഉടനെ പേടിച്ച് പരിക്കണ്ണിയുടെ ബോധം പോകും. പരിക്കണ്ണിക്ക് ബോധം വരുമ്പോൾ ബഷീർ അയാളുടെ മുന്നിലുണ്ട്. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പരിക്കണ്ണി ചോദിക്കുമ്പോൾ കയറിൽ നിന്നും പിടിവിട്ട് ഞാൻ ആ കിണറിനുള്ളിലേക്ക് വീണു. പക്ഷെ കിണറിനടിത്തട്ടിലേക്ക് പോയ എന്നെ ആരോ താങ്ങുന്നതായി എനിക്ക് തോന്നി. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണു തുറക്കുമ്പോൾ കരയിലായിരുന്നെന്നും ബഷീർ പറയും. ഒരു നീല വെളിച്ചം ആ സമയം ഞാൻ ആ കിണറിന് ചുറ്റും കണ്ടെന്നും ബഷീർ പറയും. പരിക്കണ്ണിയെ ബഷീർ വീണ്ടും ഭാർഗവി നിലയത്തിലേക്ക് വിളിക്കുമെങ്കിലും പ്രേതത്തെ പേടിച്ച് പരിക്കണ്ണി ബഷീറിനൊപ്പം പോകില്ല. വീണ്ടും ആ വീടിനുള്ളിൽ ബഷീറും ഭാർഗവിയും തനിച്ചാകും. ബഷീർ എല്ലാ കാര്യങ്ങളും ഭാർഗവിയുമായി ഷെയർ ചെയ്യും. നിന്നെ പരിക്കണ്ണിക്ക് വരെ കാണാൻ കഴിഞ്ഞു, എനിക്ക് മാത്രം നിന്നെ കാണാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ലെന്ന് ബഷീർ ഭാർഗവിയോട് പറയും. അന്ന് നൈറ്റ് അവിടെ അടുത്തുള്ള കടൽ തീരത്ത് തനിച്ചിരിക്കുന്ന ബഷീർ കടലിന് നടുവിൽ ഒരു നീല വെളിച്ചം കാണാനിടയാകും. ആ വെളിച്ചത്തിലൂടെ ഒരു പെണ്ണ് നടന്നു വരുന്നതായി ബഷീർ കാണും. ആ സമയം ബഷീർ ഒന്ന് ഭയപ്പെടുമെങ്കിലും അവിടെ നിന്നും വീട്ടിലെത്തി ഭാർഗവിയുടെ ഫോട്ടോ എടുത്ത് ഞാൻ കണ്ടത് നിന്നെ തന്നെയാണെന്ന് എനിക്കറിയാം, നീ എത്ര സുന്ദരിയാണെന്നും ബഷീർ അവളോട് പറയും. ഈ സമയം പുറത്താരോ പാട്ടുപാടുന്ന ശബ്ദം ബഷീർ കേൾക്കും. ടോർച്ചുമായി ബഷീർ പുറത്തിറങ്ങി നോക്കുമ്പോൾ പാട്ടുപാടുന്ന ഭാർഗവിയെ അവിടെ കാണും. ഭാർഗവിയുടെ അടുത്തേക്ക് ഹീറോ ചെല്ലാൻ നോക്കുമ്പോഴൊക്കെ അവൾ അവിടെ നിന്നൊക്കെ മാറിക്കളയും. ആ സോങ്ങിന് ശേഷം തൻ്റെ റൂമിലേക്ക് ബഷീർ കയറി വരുമ്പോൾ അവൻ എഴുതി വെച്ചിരുന്ന കഥകളിൽ നിന്നും 2-3 പേപ്പർ അവൾ തീയിൽ എരിച്ചു കളഞ്ഞിരിക്കുന്നതും ബഷീർ ശ്രദ്ധിക്കും. ബഷീർ ഉടനെ ഭാർഗവിയുടെ പെട്ടി ഓപ്പൺ ചെയ്ത് നോക്കും. അതിൽ ഹീറോ അന്ന് കണ്ട ആ പത്ര കട്ടിങ് എടുത്ത് നോക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന അജ്ഞാത ഡെഡ് ബോഡി ശശികുമാറിൻ്റെ ആകാമെന്നൊരു സംശയം ഹീറോയ്ക്ക് ഉണ്ടാകുകയും ചെയ്യും. അതുകൂടാതെ ആ പെട്ടിയിൽ നാണക്കുട്ടൻ എന്നൊരാൾ ഭാർഗവിക്ക് എഴുതിയ ലവ് ലെറ്ററും ഹീറോ കാണാനിടയാകും. ഭാർഗവിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഹീറോ തൻ്റെ ഫ്രണ്ട്സിനടുത്തെത്തി നാണക്കുട്ടൻ ആരാണെന്നും അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നും ചോദിക്കും. അയാൾ അത്ര നല്ലവനല്ലെന്നും ഭാർഗവിയുടെ ഒരു റിലേറ്റീവ് ആണെന്നും അവർ ഹീറോയോട് പറയും. അതിനുശേഷം ഹീറോ ഭാർഗവിയുടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടെത്തി നാണക്കുട്ടനെ കുറിച്ച് ചോദിക്കും. ഭാർഗവി ഒരു പാവം പെൺകുട്ടിയായിരുന്നെന്നും അവൾ ജീവന് തുല്യം സ്നേഹിച്ച ശശികുമാർ അവളെ ചതിച്ച് കടന്നു കളഞ്ഞെന്നും അവർ ഹീറോയോട് പറയും. അതിനുശേഷം ഹീറോ ഭാർഗവിയുടെ അമ്മയെ മീറ്റ് ചെയ്ത് അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ
ആത്മഹത്യ ചെയ്തതാണെന്നും അവളെന്ന് തനിച്ചായിരുന്നെന്നും അവർ പറയും. മരിക്കുന്നതിന് മുമ്പ് അവളൊരു ലെറ്റർ എഴുതി വെച്ചിരുന്നെന്ന് അമ്മ പറയുമ്പോൾ ആ ലെറ്റർ എവിടെയാണെന്ന് ഹീറോ ചോദിക്കും. അത് നാണുക്കുട്ടൻ്റെ കയ്യിലാണെന്നും അവൾ എഴുതിയ ആ ലെറ്റർ ആദ്യം കണ്ടത് അവനാണെന്നും അമ്മ പറയും. ഇതുകൂടി കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് നാണുക്കുട്ടൻ്റെ മേലൊരു സംശയം തോന്നും. ഭാർഗവിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അവളുടെ ജീവിതം തന്നെ ഒരു കഥയാക്കണമെന്ന് ഹീറോയ്ക്ക് തോന്നും. പുറത്ത് ആരോ ഓടുന്ന സൗണ്ട് കേട്ട് ഹീറോ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ മാളയ്ക്ക് പുറകിലായി ഉണ്ടായിരുന്ന ചെറിയ വീടിന് ആരോ തീയിട്ടിരിക്കുന്നത് കാണും. അത് കണ്ട് ഹീറോ തരിച്ചു നിൽക്കുമ്പോൾ ഹീറോയ്ക്ക് നേരെ ഒരു കത്തി പാഞ്ഞെത്തും. തലനാരിഴയ്ക്ക് ഹീറോ അതിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിലും ആരാണ് അവിടെ വന്നതെന്നോ അയാൾ എന്തിനാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നോ ഹീറോയ്ക്ക് മനസ്സിലാകില്ല. നെക്സ്റ്റ് ഡേ ആ കത്തിയുമായി ഹീറോ ഫുഡ് കഴിക്കാറുള്ള ഹോട്ടലിലെത്തി ആ കത്തി ആരുടെ ആണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. പക്ഷേ അവർക്കാർക്കും ആ കത്തി മുൻപ് കണ്ട പരിചയം ഉണ്ടായിരുന്നില്ല. ഹീറോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ആ ഹോട്ടലിലിരുന്ന MN എന്നൊരാൾ ശ്രദ്ധിക്കുന്നത് കാണിക്കും. അന്ന് നൈറ്റ് ഹീറോ ഭാർഗവിയുടെ കഥ എഴുതുന്നതിനിടയ്ക്ക് വിളക്കിലെ എണ്ണ തീരുന്നതിനാൽ ഹീറോ എണ്ണ മേടിക്കാനായി അവൻ്റെ ഫ്രണ്ട്സ് താമസിക്കുന്നിടത്തേക്ക് പോകും. അവിടെ നിന്നും വിളക്കിന് ആവശ്യമായ എണ്ണയുമായി തിരിച്ചെത്തുന്ന ഹീറോ ഒരു അത്ഭുത കാഴ്ച കാണാനിടയാക്കും. കാരണം തൻ്റെ വീടിന് ചുറ്റും ഒരു നീല വെളിച്ചം ഹീറോ കാണും. ഇതെന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ട് ഹീറോ വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ ആ വിളക്കിൽ നിന്നുമാണ് ആ വെളിച്ചം വരുന്നതെന്ന് അവന് മനസ്സിലാകും. ഇതൊക്കെ ചെയ്യുന്നത് ഭാർഗവി തന്നെയാണെന്ന് ഹീറോ മനസ്സിലാക്കും. ഭാർഗവി എന്ന ആ പാവം പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് കണ്ടെത്തി അത് എല്ലാവരെയും അറിയിക്കണമെന്ന് ഹീറോയ്ക്ക് തോന്നും. അവൾക്ക് സംഭവിച്ച അനീതി കണ്ടെത്തി അവൾക്ക് നീതി നൽകണമെന്നും അവൻ ഉറപ്പിക്കും. ഭാർഗവിയെക്കുറിച്ച് ഹീറോ എഴുതിയ കഥ പൂർത്തിയാക്കിയതിനു ശേഷം അത് ഭാർഗവിയെ വായിച്ചു കേൾപ്പിക്കാനായി കിണറിനരികിലെത്തും. അവിടെ ഇരുന്നു കൊണ്ട് ഹീറോ താൻ എഴുതിയ കഥ വായിക്കാനായി തുടങ്ങും. ഇത് നമുക്ക് വിഷ്വലായും കാണിക്കും. ഭാർഗവി എന്ന സുന്ദരിയായ പെൺകുട്ടി തൊട്ടടുത്ത് താമസിക്കുന്ന ശശികുമാർ എന്നൊരാളുടെ വീണയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നത് കാണിക്കും. ഭാർഗവി നൃത്തം ചെയ്യുന്ന ശബ്ദം ശശികുമാറും കേൾക്കും. ശശികുമാർ പാട്ടുകൾ എഴുതുന്ന ഒരാളാണ്. സോ ഭാർഗവിയുടെ കോളേജിലെ ഒരു പ്രോഗ്രാമിന് അവൾക്ക് നൃത്തം ചെയ്യാനായി പറ്റിയ നല്ലൊരു പാട്ട് എഴുതണമെന്ന ആവശ്യവുമായി ഭാർഗവിയും ഫ്രണ്ട്സും ശശികുമാറിൻ്റെ വീട്ടിലെത്തും. ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാണെന്ന് ആ സീനിലൂടെ കാണിച്ചു തരും. അവൾക്കായി ശശികുമാർ നല്ലൊരു പാട്ട് എഴുതുകയും ആ പാട്ടിനൊത്ത് കോളേജിൽ അവൾ പെർഫോം ചെയ്യുകയും ചെയ്യും. അവളുടെ പ്രോഗ്രാം ആസ്വദിച്ച് കാണുന്ന നാണുക്കുട്ടനെ കാണിക്കും. ഇയാളാണ് ഇപ്പോൾ നാട്ടിൽ MN എന്നറിയപ്പെടുന്ന വ്യക്തിയും. ബഷീറിനെ ഫോളോ ചെയ്യുന്നതായി മൂവിയിൽ ആദ്യം മുതൽ കാണിച്ചിരിക്കുന്നതും ഇയാളെ തന്നെയാണ്. അങ്ങനെ ശശികുമാറും ഭാർഗവിയും തമ്മിൽ ഇഷ്ടത്തിലാകും. അവർ രണ്ടുപേർക്കും ഇടയിൽ ഒരു മതിൽ മാത്രമാണുള്ളത്. അവർക്ക് നടുവിലുള്ള ആ മതിലിന് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ വന്ന് നമ്മുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്നും ഭാർഗവി പറയുമ്പോൾ എനിക്കിപ്പോൾ നല്ലൊരു ജോലി പോലുമില്ല. ലക്നൗവിൽ എനിക്ക് ജോലി ശരിയാകാൻ ചാൻസ് ഉണ്ട്. ആ ജോലി കിട്ടിയാലുടനെ ധൈര്യമായി വന്ന് നിന്നെ പെണ്ണ് ചോദിക്കാമല്ലോ എന്നും ശശികുമാർ ഭാർഗവിയോട് പറയും. പോകെ പോകെ രണ്ടു പേർക്കും തമ്മിൽ പിരിയാൻ കഴിയാതെയാകും. ഒരു പാട്ടിലൂടെ അവരുടെ പ്രണയത്തെ കാണിക്കും. അങ്ങനെ ഒരു ദിവസം ഭാർഗവി ശശികുമാറിന് എഴുതിയ ഒരു ലെറ്റർ നാണുക്കുട്ടൻ കാണാനിടയാകും. പക്ഷേ ഈ കാര്യം നാണുക്കുട്ടൻ ആരോടും പറയാതെ നേരെ ഭാർഗവിയുടെ അമ്മയെ മീറ്റ് ചെയ്ത് എനിക്ക് ഭാർഗവിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയും. ഭാർഗവിയോട് ചോദിക്കാതെ ഞാൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയില്ലെന്നാണ് അമ്മ നാണുക്കുട്ടന് നൽകുന്ന മറുപടി. ആ മറുപടി കേട്ട് ദേഷ്യം വരുന്ന നാണുക്കുട്ടൻ ഒരു കാര്യവുമില്ലാതെ ഭാർഗവിയുടെ വീട്ടിലെ ജോലിക്കാരനെ തല്ലാൻ ശ്രമിക്കും. ഇത് കണ്ടുവരുന്ന ഭാർഗവി ജോലിക്കാരനെ ഒരു കാര്യവുമില്ലാതെ തല്ലിയതിന് നാണുക്കുട്ടനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടും. ഇതുകൂടിയാകുമ്പോൾ നല്ല കലിപ്പിലാകുന്ന നാണുക്കുട്ടൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകും. ശശികുമാറിന് ലക്നൌവിലെ ജോലി ശരിയാകുന്നതിനാൽ താൻ ലക്നൌവിലേക്ക് പോകുകയാണെന്ന് ഭാർഗവിയോട് ശശികുമാർ പറയും. നാണുക്കുട്ടൻ തനിക്കിപ്പോൾ ഒരു ശല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവി നടന്ന കാര്യങ്ങളൊക്കെ ശശികുമാറിനോട് പറയും. നമ്മുടെ കല്യാണത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉടനടി തന്നെ ചെയ്യാമെന്നും അതിനു മുൻപായി എനിക്ക് പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യണമെന്നും അതുവരെ തനിക്കായി കാത്തിരിക്കണമെന്നും ശശികുമാർ ഭാർഗവിയോട് പറയും. ഭാർഗവി വീട്ടിലില്ലാത്ത സമയം നോക്കി നാണുക്കുട്ടൻ അവളുടെ റൂമിലെത്തി തനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതി മേശയിൽ വയ്ക്കും. തിരിച്ച് വീട്ടിലെത്തുന്ന ഭാർഗവി ആ ലെറ്റർ എടുത്ത് വായിക്കുന്നതും കാണിക്കും. ഭാർഗവിയുടെ പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ ബഷീറിന് ഭാർഗവിയുടെ പെട്ടിയിൽ നിന്ന് കിട്ടിയതും ഈ ലെറ്റർ തന്നെയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് ശശികുമാറിനെ കാണിക്കുമ്പോൾ ശശികുമാറിനെ മീറ്റ് ചെയ്യാനായി അവൻ്റെ ഫ്രണ്ട് ഒരാൾ അവിടെ എത്തും. ഭാർഗവിയുമായി താൻ ഇഷ്ടത്തിലാണെന്ന കാര്യമൊക്കെ ശശികുമാർ ഫ്രണ്ടിനോട് പറയും. നാണുക്കുട്ടൻ വളരെ ഡേഞ്ചറസ് ആണെന്നും നീ അയാളെ സൂക്ഷിക്കണമെന്നും ഫ്രണ്ട് ശശികുമാറിനെ വാൺ ചെയ്യും. ഫ്രണ്ട് പോയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന ശശികുമാറിനെ ആരോ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. പക്ഷേ അതിൽ നിന്നും ശശികുമാർ രക്ഷപ്പെടും. ആരാണ് ശശികുമാറിനെ ആക്രമിക്കാൻ ട്രൈ ചെയ്തതെന്ന് കാണിക്കില്ല.
അതിനുശേഷം ശശികുമാർ ഭാർഗവിയുടെ അടുത്തെത്തി താൻ നാളെ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാനായി ലക്നൌവിലേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ ഭാർഗവിയും വളരെ ഇമോഷണൽ ആകും. ഞാൻ ഉറപ്പായി നിനക്കായി തിരിച്ചു വരുമെന്ന് ശശികുമാർ അവൾക്ക് വാക്കു നൽകും. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് വളരെ ദേഷ്യത്തോടെ നാണുക്കുട്ടൻ വാച്ച് ചെയ്യുന്നുമുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ശശികുമാർ ലക്നൌവിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടെത്തുന്ന നാണുക്കുട്ടൻ ശശികുമാറിനും ഒരു ടിക്കറ്റ് എടുത്ത് നൽകും. അത് തന്നെയല്ല, താനും ലക്നൌവിലേക്ക് ഒരു ബിസിനസിന്റെ ആവശ്യത്തിനായി പോകുകയാണെന്നും നാണുക്കുട്ടൻ പറയും. രണ്ടുപേരും ഒരു കമ്പാർട്ട്മെന്റിൽ അടുത്തടുത്ത സീറ്റുകളിലായി ഇരിക്കും. നിനക്കായി ഭാർഗവി കുറച്ച് ഫുഡ് എൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാണുക്കുട്ടൻ വിഷം കലർത്തിയ ഫുഡ് ശശികുമാറിന് കൊടുക്കും. ഭാർഗവി തന്നുവിട്ടതാണെന്ന് കരുതി സന്തോഷത്തോടെ അത് വാങ്ങിക്കഴിക്കുന്ന ശശികുമാറിന് നെഞ്ചുവേദന ഉണ്ടാകുകയും കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കാനും തുടങ്ങും. പക്ഷെ ബോധരഹിതനാകുന്ന ശശികുമാറിനെ സീറ്റിൽ കിടത്തി ഒരു ബെഡ്ഷീറ്റും പതിപ്പിച്ച് നാണുക്കുട്ടൻ ട്രെയിനിൽ നിന്നും എസ്കേപ്പ് ആകും. അവിടെ സീൻ കട്ട് ചെയ്ത് ശശികുമാറിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഭാർഗവിയെ കാണിക്കും. ഓരോ നിമിഷവും അവൾ വളരെ പ്രതീക്ഷയോടെ അവനെ കാത്തിരിക്കും. ശശികുമാറിന്റെ ലെറ്ററിനായി അവൾ കാത്തിരിക്കുമെങ്കിലും നിരാശയായിരുന്നു ഫലം. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് പോകും. ഓരോ നിമിഷം കഴിയും തോറും ഭാർഗവി ആകെ തളർന്നു പോകും. വീട്ടിൽ ആരുമില്ലാത്ത ഒരു രാത്രി ഭാർഗവി ശശികുമാറിന്റെ വീടിനടുത്തുള്ള മതിലിനോട് ചാരി നിന്നുകൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നെന്നും എന്നാണ് നീ തിരിച്ചു വരുന്നതെന്നും ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നാണുക്കുട്ടൻ അവളുടെ അടുത്തേക്ക് വരും. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്നും അത് തന്നെയല്ല, ഞാനിപ്പോൾ ഇവിടെ തനിച്ചാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ വരാനും ഭാർഗവി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്കിപ്പോൾ തന്നെ പറയണമെന്ന് വാശിയോടെ നാണുക്കുട്ടൻ പറയും. ശശികുമാറിനായി നീ ഇനിയും കാത്തിരിക്കേണ്ടെന്നും അവനെ ഞാൻ കൊന്നുകളഞ്ഞെന്നും നാണുക്കുട്ടൻ അവളോട് പറയും. നീ തന്നതാണെന്ന് പറഞ്ഞ ഫുഡിൽ വിഷം കലർത്തി ഞാൻ അവന് കൊടുത്തു. നീ തന്നതാണെന്ന് കരുതി സന്തോഷത്തോടെ അവൻ അത് വാങ്ങി കഴിക്കുകയും ചെയ്തെന്നും അത് കഴിച്ച ഉടനെ പതുക്കെ പതുക്കെ അവൻ്റെ ജീവൻ പോകുന്നത് വരെയും ഞാൻ അവനൊപ്പം അവിടെ ഇരുന്നെന്നും നാണുക്കുട്ടൻ പറയും. ഇത്രയും നാൾ താൻ കാത്തിരുന്ന ശശികുമാർ ഇനി വരില്ലെന്ന് മനസ്സിലാക്കി അവളാകെ തളർന്നു പോകും. ഇനി അവനായി കാത്തിരിക്കണ്ട, നമുക്ക് തമ്മിൽ വിവാഹം കഴിക്കാമെന്നും നാണുക്കുട്ടൻ ഭാർഗവിയോട് പറയുമ്പോൾ അവൾ ഉടനെ അവൻ്റെ മുഖത്തടിക്കും. അതിൽ കലിപ്പിലാകുന്ന നാണുക്കുട്ടൻ എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവിയെ വലിച്ചിഴച്ച് മുറ്റത്തുള്ള ഒരു കിണറ്റിലേക്കിട്ട് കൊല്ലും. പ്രണയനൈരാശ്യം മൂലമുള്ള സൂയിസൈഡ് എന്ന രീതിയിൽ അവളുടെ മരണത്തെ നാണുക്കുട്ടൻ പറഞ്ഞുണ്ടാക്കും. ഇത്രയും പറഞ്ഞ് ബഷീർ താൻ എഴുതിയ കഥ അവസാനിപ്പിച്ചതിന് ശേഷം ആ കിണറ്റിലേക്ക് നോക്കി ഇതൊക്കെ ശരിയാണോ ഭാർഗവി എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നാണുക്കുട്ടൻ അങ്ങോട്ട് വരും. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ ഭാർഗവിയെ ഞാനാണ് കൊന്നതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ശശികുമാർ ചോദിക്കുമ്പോൾ ഭാർഗവി എഴുതിയ ആത്മഹത്യക്കുറിപ്പിൻ്റെ കാര്യവും നാണുക്കുട്ടന് അവളോടുള്ള ഇഷ്ടവും മനസ്സിലാക്കിയ ബഷീർ നാണുക്കുട്ടനാണ് ഭാർഗവിയെ കൊന്നതെന്ന് മനസ്സിലാക്കും. ബഷീർ കഥ എഴുതിയ പേപ്പർ മുഴുവനായും നാണുക്കുട്ടൻ ആ കിണറ്റിലേക്ക് വലിച്ചെറിയും. നീ ജീവനോടെ ഇരുന്നാൽ അതെനിക്ക് വലിയ തലവേദനയായി മാറുമെന്ന് നാണുക്കുട്ടൻ പറയും. അത് തന്നെയല്ല, നാളെ ഈ കിണർ മൂടാനായി മണ്ണുമായി ഞാൻ പറഞ്ഞിരിക്കുന്ന ആളുകളെത്തും. അതിനു മുൻപായി നിന്നെയും കൊന്ന് ഞാൻ ഈ കിണറ്റിൽ തള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് നാണുക്കുട്ടൻ ബഷീറിനെ കൊല്ലാനായി തുടങ്ങും. അങ്ങനെ അവർ തമ്മിൽ വലിയ അടിപിടിയിലാകും. ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് ഭാർഗവി നോക്കുന്നത് കാണിക്കും. ബഷീറിനെ അടിച്ച് അവശനാക്കിയ നാണുക്കുട്ടൻ കിണറ്റിലേക്ക് ഇടാൻ നോക്കുമ്പോൾ ഒരു വിധേന ഹീറോ അതിൽ നിന്നും രക്ഷപ്പെട്ട് നാണുക്കുട്ടനെ കിണറ്റിലേക്ക് തള്ളിയിടും. നാണുക്കുട്ടനെ കൊല്ലണമെന്നൊരു ചിന്ത ഇല്ലാത്തതിനാൽ തന്നെ ഒരു കയർ കിണറ്റിലേക്കിട്ട് അതിൽ പിടിച്ചു കയറാൻ ഹീറോ നാണുക്കുട്ടനോട് വിളിച്ചു പറയും. നാണുക്കുട്ടനും ആ കയറിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും കിണറ്റിൽ നിന്നും ഒരു വെളുത്ത സാരി പൊങ്ങി വരികയും അത് നാണുക്കുട്ടൻ്റെ കാലിൽ ചുറ്റി വരികയും ചെയ്യും. അങ്ങനെ ഭാർഗവി നാണുക്കുട്ടനെ കിണറിനടിയിലേക്ക് ആഴത്തിലേക്ക് കൊണ്ടുപോയി കൊല്ലും. നാണുക്കുട്ടൻ മരിച്ചെന്ന ഹീറോയ്ക്ക് മനസ്സിലാകും. പെട്ടെന്ന് കിണറ്റിൽ നിന്നും ഒരു പ്രത്യേകതരം നീല വെളിച്ചം വരാൻ തുടങ്ങും. ആ വെളിച്ചത്തോടൊപ്പം ബഷീറിൻ്റെ നോവൽ എഴുതിയ പേപ്പേഴ്സും പറന്നു വരും. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഹീറോ ഇമോഷണൽ ആകും. നാണുക്കുട്ടൻ്റെ മരണത്തോടെ ഭാർഗവിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയും ചെയ്യും. ഭാർഗവിയുടെ ജീവിതത്തിൽ നടന്നതൊക്കെ ബഷീറിലൂടെ ലോകം അറിയുകയും ചെയ്യും. ഇതോടെ ഈ മൂവിയും അവസാനിക്കും. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.